നേരിട്ട് ഏറ്റവും വലിയൊരു സൈബർ ബുള്ളിങ് എന്തായിരുന്നു ശരിക്കും? അയ്യോ, ബോഡി ഷേമിങ്ങിൻ്റെ അങ്ങ് അപ്പുറത്തെ വേർഷനാണ് പല്ലി, എലി, പാറ്റ. പക്ഷെ നേരിട്ട് കണ്ട ആരും എന്നെ ഇന്ന് വരെ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല. അതെന്താന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നതിന് വിഷയം ഡാഗിനി അമ്മൂമ്മ അത്രത്തോളം ലിപ് ടോക്ക് സീൻ വരുന്നു അല്ലെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമുള്ള സീനുകളൊക്കെ വന്ന രേണുസുതി അഭിനയിക്കും എന്നുള്ളത് ശരിക്കും അങ്ങനെ പ്രശ്നമുണ്ടോ, പരിമിതികളുണ്ടോ ഒരു അഭിനേതാവ് എന്ന നിലയിൽ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇതനുസരിച്ചിരിക്കും. നമ്മളെ കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഓക്കെ ആണെങ്കിൽ സിനിമയുടെ കാര്യമാണ്. ഡയറക്ടർ പറഞ്ഞ നമ്മൾ ക്യാരക്ടറിന് വേണ്ടി അതും ചെയ്യും. ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെ ബോധിപ്പിക്കാനാണ് ഇതൊക്കെ. എൻ്റെ മൈൻഡ് ബോധിപ്പിക്കണം, മറ്റുള്ളവരെ കാണിക്കണം, കരഞ്ഞു കാണിക്കണം, മീഡിയയ്ക്ക് വേണ്ടി ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കണം. ഈ വേഷം ഞാൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരു ആഗ്രഹിച്ചുള്ള ഒരു നടിയും വേഷം ഏതാ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. യക്ഷി വേഷം ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്നറിയത്തില്ല, യക്ഷിയാകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ പറഞ്ഞു വന്ന് ബിഗ് ബോസ് രേണു എന്നുള്ള രീതിയിലേക്ക് എത്തിയ വാർത്തകൾ എനിക്കറിയില്ല. വിളിച്ചോ? എന്നെ വിളിച്ചിട്ടില്ല, വിളിച്ചാ പോവും. ശരിക്കും എനിക്ക് ഈ പെട്ടെന്ന് ഇങ്ങനെ കിച്ചനോട് സംസാരിച്ച് വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ഈ പിക്കായിരുന്നു. സോഷ്യൽ മീഡിയ അത്രത്തോളം സംസാരിച്ച ഒരു ഫോട്ടോ കൂടിയായിരുന്നു. ഭയങ്കരമായിട്ട് സൂചേട്ടനായിട്ട് റിസംബ്ലൻസ് ഇതാണ് എനിക്കും ഫീൽ ചെയ്ത ഫോട്ടോ. ഭയങ്കരമായിട്ട് സൂചേട്ടൻ്റെ മീശയും. ശരിക്കും പിക്ക് കണ്ടപ്പോൾ എന്തെങ്കിലും സൂചേട്ടനായിട്ട് ഓർത്തെടുത്ത എന്തെങ്കിലും മെമ്മറി ഉണ്ടോ? സത്യം പറഞ്ഞാൽ സൂചേട്ടൻ എപ്പോഴും പറയണ്ട, വാവട്ടെ നീ പറഞ്ഞാലേ അവൻ കേൾക്കത്തുള്ളൂ. സത്യമായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ അടിച്ച് കിടക്കുമ്പോഴത്തേന് സൂചേട്ടൻ ചെന്ന് വിളിക്കും, അവൻ എഴുന്നേക്കത്തില്ല. അവിടെ നീ പറവാക്കുട്ടെ, നമ്മുടെ മോൻ്റെ അടുത്ത് നീ പറയടി, നീ പറഞ്ഞാൽ കേൾക്കൂടി വാവട്ട, ഇങ്ങനെ ഏട്ടൻ പറയുന്നത്. ഞാൻ ചെന്നടാ ഇച്ചു എണീറ്റടാ, എനിക്ക് പെട്ടെന്ന് പോകുന്നതും ഞാൻ പറയണം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് RP മാളിലൊക്കെ പോകുമായിരുന്നു. RP മാൾ കൊല്ലത്ത്. അവിടെ പോയി ഞാനും കിച്ചു ഇങ്ങനെ കളിച്ച് നടക്കും. അതുപോലെ ഒരു പ്രാവശ്യം കളിച്ച് നടക്കുന്ന അതിലെല്ലാം ഇങ്ങനെ ഓടി നടക്കുക. അമ്മയന്മാരും എന്നുള്ള ഒരു ഇതൊന്നുമില്ല. ഒരു പ്രാവശ്യം RP മാളിൽ സൂചേട്ടൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു 12 മണിക്ക് ട്രെയിൻ വരുന്നുണ്ട് വാവട്ട, അപ്പം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വരണം. അപ്പോൾ കിച്ചു കുഞ്ഞാണ്, 8ൽ പഠിക്കണതാണ്. ഞാൻ ആ സമയത്ത് ഞങ്ങൾ രണ്ടും റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കും. ഞാനും കിച്ചു നിന്ന് ട്രെയിൻ പോകുന്നു, ആളെ കാണുന്നത്, ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഓഫാ. ഞാനും കിച്ചു അവിടെ കിടന്ന് അമ്മ എന്തിയടെ എതിലേ പോയെന്ന് അറിയത്തില്ല, സൂചനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങളവിടെ വിഷമിച്ച് അവിടെ നിന്ന് എൻ്റെ കണ്ണൊക്കെ കരയാറ്. കിച്ചു മണി അച്ഛൻ എതിലേ പോയമ്മ, നമ്മൾ എന്നെ 2 മണി 12 മണിക്ക് കഴിഞ്ഞ് 1 മണി 2 ഞങ്ങളവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. കുറേ നേരം നിന്നപ്പോൾ പോലീസുകാരെ ചോദിച്ചു എന്താ പ്രശ്നം. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ മോനാ, അവിടെ കൊല്ലസൂതി എന്ന് പറയുന്ന ആളുടെ വൈഫാണ്, ഞങ്ങളിങ്ങനെ സൂചിച്ചിട്ട് കൊല്ലത്തായിരുന്നു അന്ന്, നോക്കി നിൽക്കുക. അപ്പം നമുക്ക് നോക്കാം, നിങ്ങളിങ്ങനെ വരാൻ പറഞ്ഞു. കുറേ ട്രെയിനുകൾ ഇങ്ങനെ നിർത്തിയിട്ട് ഒത്തിരി ട്രാക്കുണ്ടല്ലോ രണ്ടും. അപ്പോൾ രാത്രി ഞാനും കിച്ചും കൂടെ നടന്നു. ഞങ്ങൾ ടെൻഷനാണ്, അമ്മ എന്ത് ടെൻഷൻ അടിക്കാം, നമുക്ക് അച്ഛനെ കണ്ടുപിടിക്കുക. ഒന്നും അറിയത്തില്ല എവിടെ ഈ പുള്ളി, ഈ സൂചേട്ടനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബോധവും ഇല്ല, ഉറങ്ങി അങ്ങ് പോകും. അപ്പം ഞാനും കിച്ചും നടന്ന് ഓരോ ട്രെയിൻ അപ്പോൾ ടോർച്ച് അടിക്കുന്നുണ്ട്. ഈ പോലീസ് ടോർച്ചടിച്ച് നോക്കി പോവുക. ഇരുട്ടല്ലേ, ലൈറ്റെല്ലാം ഓഫാണ് ട്രെയിനകത്ത്, നിർത്തിയിട്ടേക്കോ ട്രെയിൻ. അങ്ങനെ നോക്കി ഞാൻ കരച്ചിലോടെ കിച്ചു. അമ്മ കരയാതെ, ഞങ്ങൾ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ രണ്ടും ഒരു അമ്മ കരയല്ലെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ അച്ഛനെ കിട്ടിയില്ലല്ലോടോ, സങ്കടപ്പെട്ട് പോയി. ഇപ്പം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോൺ ഓഫ്. ചെന്ന് നോക്കി ഒരു കാല് കണ്ട്, 2 കാല്, ഷൂസൊക്കെ ഉള്ള 2 കാല്, ഷൂട്ടിനെ കണ്ട് പോയിട്ട് തിരിച്ചു വരാൻ വായി വിളിച്ച് ഉറങ്ങും. പോലീസ് എന്ന് പറഞ്ഞു. ഇരുട്ടല്ലേ, ട്രെയിനകത്തൊരു വെട്ടവും ഇല്ല, ആള് കിടന്ന് ഉറങ്ങുക. ചാടി എന്നിട്ട് ഇങ്ങനെ നിൽക്കുമോ സൂചേട്ടാ. അപ്പോൾ കിച്ചു കിച്ചു അച്ഛാ ഇത്ര നേരമായിട്ട് ഈ പുള്ളി അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. വീട്ടിൽ വന്നിട്ട് പിന്നെ വീട്ടുകാർ ഞങ്ങളെ വഴക്ക് പറഞ്ഞു, എന്നെയും കിച്ചുവിനെ, ഈ ഒരു കൊച്ചിനെ കൊണ്ടാണോ രേണു പോയത് ഇത്രയും സമയമായിട്ട്. ഞാൻ പറഞ്ഞു സൂചേട്ടനെ തപ്പി, എന്നെയും വഴക്ക് പറഞ്ഞു, കിച്ചുവിനെയും വഴക്ക് പറഞ്ഞു, സൂചേട്ടനെ വഴക്ക് പറഞ്ഞു വീട്ടുകാർ. ഈ ഒരു പെങ്കൊച്ചിനെ എന്നോട് കിച്ചുനോട്, ഈ ഒരു പെങ്കൊച്ചിനെ കൊണ്ടാണോ നീ, അത് അമ്മയല്ലേ, അമ്മയാണെന്ന് പറഞ്ഞാൽ നിങ്ങളുണ്ട് എപ്പം പോയതാ, വഴക്ക് പറഞ്ഞു ഞങ്ങളെ, സൂചേട്ടനെ തപ്പി പോയതാ. 2 മണി 3 മണി ആയപ്പോൾ പിന്നെ തിരിച്ച് വിളിച്ചോണ്ട് വന്ന് ഓട്ടോയെ കൊണ്ട് വീട്ടിൽ കയറ്റി. ഈ പറഞ്ഞു വന്ന് ബിഗ് ബോസ് രേണു എന്നുള്ള രീതിയിലേക്ക് എത്തിയ വാർത്തകൾ എനിക്കറിയില്ല. വിളിച്ചോ? അതാ ചോദിച്ചാൽ വിളിച്ചോ? അല്ല, നമ്മുടെ കുറെ പ്രഡിഷൻ ലിസ്റ്റ് കണ്ടായിരുന്നേ, അതിനകത്ത് റോഹൻ, രേണുസുതി ഇങ്ങനെ കുറെ വന്നു. പ്രഡിഷൻ ലിസ്റ്റ് വരുമല്ലോ, ഒരുപാട് വരും. അങ്ങനെ വിളിച്ചാ പോവോ? എന്നെ വിളിച്ചിട്ടില്ല, വിളിച്ചാ പോവും. വിളിച്ചിട്ടില്ല. ശരിക്കും അങ്ങനെ ഒരു വേദി കിട്ടി കഴിഞ്ഞാൽ, ബിഗ് ബോസിന്റെ വേദി കിട്ടി കഴിഞ്ഞാൽ, അല്ല വിളിച്ചാൽ ഒരു എൻട്രി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെ ആവാനാണ് ആഗ്രഹം? ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് പല വാക്കുകളും, നമ്മൾ കുറെ ആളുകളിലേക്ക് എത്താനുള്ള പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ ചിലപ്പോ അങ്ങനെ എവിടെ പോയാലും ഇപ്പൊ ഈ പ്ലാറ്റ്ഫോം എന്നല്ല, ഏത് ഞാനായിട്ട് തന്നെ നിൽക്കും. സിനിമയിലോ അല്ലെങ്കിൽ ക്യാരക്ടർ വേഷത്തിലോ മാത്രം
മാത്രമേ ഞാൻ വേറെ ക്യാരക്ടർ ആകത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും ഞാനാണ്. ഇങ്ങനെയാണ് ഞാനാണ്. രേണുസുതിയാണ്. അല്ലാതെ രേണുസുതിക്ക് വേറൊരു മറ വെച്ചിട്ട് രേണുസുതി ആയിട്ടൊന്നും ഇല്ല. പോസിറ്റീവ് ആവും, പോസിറ്റീവ് നെഗറ്റീവ് ആവും, അങ്ങനെ ശരിക്കും ബിഗ് ബോസ് പോയതിനു ശേഷം ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല. സ്ക്രോൾ ചെയ്ത് ഷോർട്സ് കണ്ടിട്ടുണ്ട്. അതല്ലാതെ എനിക്കൊന്നും അറിയാത്ത കാര്യം നമ്മൾ എന്തിനാ പറയുന്നത്. ശരിക്കും അത്ര ഒരു ഷോ ഉണ്ടെങ്കിൽ ഏത് രീതിയിൽ ഗുണം ചെയ്യുന്ന കരുതുന്നത്? ഒരു ഷോയുടെ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ഞാനായിട്ട് നിൽക്കത്തുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ എന്ത് എന്റെ ക്യാരക്ടർ അറിയാൻ പറ്റും. ക്യാരക്ടറിലല്ല, കരിയർ വൈസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ സിനിമകൾ കിട്ടണം, അങ്ങനെ എങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ? ഇല്ല, ഒന്നും ഒരു പ്രഡിഷൻ ഒന്നും ഇല്ല. അതിനെപ്പറ്റി നമ്മൾ എന്തിനാ പറയാം, നമുക്ക് അറിയില്ലല്ലോ. അറിയാത്ത കാര്യം പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്, ഇഷ്ടം പോകുന്നുള്ളൊരു പേടിയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു മുൻവിധിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പോകുന്ന ഇപ്പം അങ്ങ് പോവാ, ഇപ്പം പറയുന്നത് ഇപ്പം പറയാം. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അത്രേ ഉള്ളൂ. എൻ്റെ ഒരു ഇതങ്ങനെയാണ്. ശരിക്കും സുചേട്ടൻ എന്നുണ്ടായിരുന്നെങ്കിൽ ശരിക്കും എടുക്കുന്ന അല്ലെങ്കിൽ ഷോർട്ട് മൂവീസ് ആയിരുന്നു കുറേ കൂടി സെലക്റ്റീവ് ആവുമായിരുന്നു. സുചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം വർക്കുകൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സെലക്റ്റീവ് ആവുമായിരുന്നു. സുചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഇങ്ങനെ മൂവിയിലോട്ട് ഞാൻ അല്ലെങ്കിൽ ഈ ഷോർട്ട് മൂവി ഞാൻ വരില്ലല്ലോ. അത് വേറൊന്നും കൊണ്ട് നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അന്നേരം വരുമാനത്തിൻ്റെ ഒന്നും ചേട്ടനല്ല എല്ലാം ചെയ്യണത്. അപ്പം ഞാൻ സുചേട്ടൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുവാന്ന് പറഞ്ഞു. വരുമാനത്തിനും അല്ലെങ്കിൽ ജീവിതമാർഗത്തിനും വേണ്ടിയിട്ട് കലാകാരിയായതാണ്. തീർച്ചയായിട്ടും അതാണ് സത്യം. എന്നിട്ട് പോലും എനിക്ക് പറഞ്ഞ് മേടിക്കാൻ അറിയത്തില്ല. അതാണ് സുചേട്ടനും അങ്ങനെ ആയിരുന്നു. ആണ് ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ കലാകാരിയായിട്ടും നേരിട്ട് ഏറ്റവും വലിയൊരു സൈബർ ബുള്ളിങ് എന്തായിരുന്നു ശരിക്കും? എല്ലാ സൈബർ ബുള്ളിങ് അല്ലേ, പ്രത്യേകിച്ച് എന്നതാ ഒരു ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നല്ല, എടുത്തു പറയാനൊന്നുമില്ല. എല്ലാം ഇതൊക്കെ തന്നെയാണ്. ഞാൻ അഭിനയിക്കുന്ന സോഷ്യൽ മീഡിയകളിലല്ലാതെ നേരിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? നേരിട്ട് കണ്ടിട്ട് എന്തെങ്കിലും നേരിട്ട് ഇന്നുവരെ ആരും എന്നെ അയ്യോ ബോഡി ഷേമിങ്ങിൻ്റെ അങ്ങേ അപ്പുറത്തെ വേർഷനാണ് പല്ലി, എലി, പാറ്റ, പക്ഷെ നേരിട്ട് കണ്ട ആരും എന്നെ ഇന്ന് വരെ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല. അതെന്താന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നതിന് ഡാഗിനി അമ്മൂമ്മ എനിക്കിഷ്ടമാണ്. ഡാഗിനി അമ്മൂമ്മനെയൊക്കെ എനിക്കിഷ്ടമാണ്. ഞാനൊക്കെ വായിക്കുന്നതല്ലായിരുന്നു ബാലരമ. നമുക്കതൊന്നും വിഷയമേ അല്ല ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നത്. നേരിട്ട് ഇന്ന് വരെ ആരും അങ്ങനെ ബോഡി ഷേമിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, എന്ത് പറഞ്ഞാലും തളരാത്ത പ്രകൃതാണല്ലേ അല്ലേ? അങ്ങനെ പെട്ടെന്ന് പക്ഷെ ജീവിതത്തിൽ എപ്പോഴാണ് ശരിക്കും തളർന്നു പോയിട്ടുള്ള സമയം ഏതാ? സുചേട്ടൻ്റെ വിയോഗം അതന്നെയാണ്. അതിനുശേഷം തീരുമാനം എടുത്തോ ഇനി ഞാൻ കരയില്ല എന്നുള്ളൊരു സാധനം തീരുമാനം എടുത്തോ? കരയില്ല എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ചില അവസരങ്ങൾ നമ്മൾ തന്നെ ആയിപ്പോവും. നമ്മുടെ ഉള്ളിലെ ഒരു സാധനം ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തീർന്നു. അത്യാവശ്യം ഇമോഷണൽ ആയിട്ടുള്ള ആളാണോ? അത്യാവശ്യമല്ല, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഇമോഷണൽ ആയിട്ടുള്ള ആൾ തന്നെയാണ്. അത് പക്ഷെ മറ്റുള്ളവരെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇമോഷണൽ ആകേണ്ട സ്ഥാനത്ത് ഇമോഷണൽ, കാരണം ഒറ്റപ്പെട്ടത് തന്നെയാണ്. അതിനകത്ത് ഇനി എന്ത് വന്നാലും ഇപ്പം ഈ ജനങ്ങൾ പറയുന്നതിൽ ആരുടെ കൂടെ അഭിനയിച്ചാൽ അവൻ്റെ കൂടെ ആണെന്നല്ല, അതല്ലെന്ന് നമുക്കറിയാം. പക്ഷെ ജനങ്ങളുടെ അടുത്ത് ചില ആളുകൾക്ക് അത് മനസ്സിലാവത്തില്ല. ആരുടെ കൂടെ അഭിനയിച്ചാൽ അവൻ്റെ കൂടെ ആണെന്നാണ് പറയുന്നത്. അവർക്ക് എന്നാ വേണം, ആണുങ്ങൾ പക്ഷെ ഇതൊന്നും അറിയുന്നില്ല. ഇതിനകത്ത് എന്താ നടക്കുന്നൊന്നും അറിയില്ലല്ലോ. നമുക്കല്ലേ നമ്മുടെ കാര്യം അറിയത്തുള്ളൂ. ഇതല്ലാതെ ഇപ്പോൾ മീഡിയ അല്ലാതെ ഇപ്പം നേരത്തെ പറഞ്ഞ അക്കൗണ്ടന്റ് ഓഫർ തന്നുകൊണ്ട് കൂടി ഓഫർ ചെയ്യുകയാണെന്നെങ്കിൽ ഓക്കെ ആവണ ഒരു ജോബ് ആണെങ്കിൽ മീഡിയ ഫീൽഡെല്ലാം വിടും? ആ ജോലിക്ക് പോകും? ഇല്ല, അല്ല നേരത്തെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് എന്നെ ഈ മീഡിയ മുഴുവൻ വിട്ടു കഴിഞ്ഞാൽ ഞാൻ വിടും. അല്ല നേരത്തെ പറഞ്ഞു ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ് മീഡിയയിലോട്ട് വന്നതെന്ന്. ജീവിതമാർഗത്തിലൂടെ വന്നതാണ് എങ്കിൽ പോലും അതൊരു പാഷനാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു. ഇപ്പം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവസ്ഥയിലൂടെ വന്നതാണെന്നുണ്ടെങ്കിലും അത് മെല്ലെ അത് സാധാരണ പറയും പാഷൻ പ്രൊഫഷനാക്കിയെന്നത്. അത് പ്രൊഫഷനായിരുന്നത് ഇപ്പോൾ പാഷൻ കൂടിയായി. അങ്ങനെ നേരെ തിരിഞ്ഞാണല്ലേ ശരിക്കും? ഇനി ഉണ്ടോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താവണം, ഇങ്ങനെയാവണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ? ഒഴുക്കിനനുസരിച്ച് പോവുക. എന്തോ ആവട്ടെ, എന്തോ ആവാതിരിക്കട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യമല്ല. വന്നതേ ഒഴുക്കിലൂടെ. ശ്വാസം അങ്ങോട്ട് വലിക്കുന്ന ഇങ്ങോട്ടും ഇല്ലെങ്കിൽ പിന്നെ തീർന്നില്ലേ. കൂടുതൽ നമ്മളൊന്നും കൊണ്ടുപോകുന്നുമില്ല. ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോകാനുള്ള സാധനങ്ങളല്ലേ ഉള്ളൂ, നമ്മുടെ വാക്കുകളും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്ന, നാളത്തെ പറ്റി ഞാനൊന്നും ചിന്തിക്കുന്നില്ല. ഇങ്ങനെ അങ്ങ് പോവാ. ഇന്ന് പെട്ടെന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതെ രേണുസുതിയായിട്ട് തന്നെ ജീവിക്കും. അങ്ങനെ ഒരു മാനദണ്ഡം, അങ്ങനെ ഒരു മാനദണ്ഡമായി കാണുന്നില്ല. ഇല്ല, അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ്, എന്നാ ചെയ്യാനാ. പറഞ്ഞില്ല ഇപ്പോഴും ആ മഴയുടെ കാര്യം പറഞ്ഞപ്പോ എവിടം വരെ എത്തിയെന്നറിയാമോ? അത് ഇപ്പോഴും കുറ്റബോധം ഉണ്ടോ? കുറ്റബോധം എന്നല്ല പറഞ്ഞത്, അത് എവിടം വരെ എത്തിയെന്ന് ഇപ്പോഴാണ് ബോധം വരുന്നത്. ഓ ഇത്ര ആയോ? ഈ പറയുമ്പോഴല്ലേ അറിയുന്നത്. ഞാനത് വായിക്കാറും കാണാറൊന്നും ഇല്ല.
ഈ ആളുകൾ വിമർശിക്കുന്നത് ശരിക്കും പേടിയുള്ളതുകൊണ്ടാണോ ശരിക്കും നോക്കാത്തത്? അത് ബോധപൂർവ്വമാണ്? എനിക്ക് പേടിയുള്ളതുകൊണ്ടൊന്നുമല്ല. എന്തിനാണ് സമയം കളയുന്നത്? നമ്മുടെ കുറ്റം നമ്മൾ തന്നെ കേട്ടിട്ട് നമ്മളെന്തിനാ സമയം കളയുന്നത്? സിമ്പിൾ. എന്തിനാ അത്ര വ്യൂ കൂട്ടുന്നവർക്ക്? അതറിയാം ശരിക്കും. 2 റീല് ഞാൻ ചെയ്താൽ എനിക്ക് കിട്ടത്തില്ലേ വ്യൂ? കിട്ടും. പക്ഷെ ആ റീച്ച് കിട്ടുന്നത് ശരിക്കും ഇങ്ങനെ കുറെ ഷോർട്ട് മൂവീസ് കിട്ടിയിട്ട് അവർക്ക് എത്രത്തോളം മില്യൺ വ്യൂസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് എനിക്കൊരു വ്ളോഗ് ചെയ്തൂടെ? എനിക്ക് ഓൺ ചാനലിലൂടെ മാത്രം ഞാൻ എൻ്റെ അപ്പൊ അതിലൂടെ മാത്രം ഞാൻ ചെയ്ത പോലെ, കാരണം ഇത് കിട്ടുന്ന വ്യൂസ് മുഴുവൻ എനിക്ക് റവന്യൂ ആയിട്ട് വരില്ല. അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കുന്നു. അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ബോധം വേണ്ടയാണെന്ന് ചിന്തയുണ്ട്. ബോധക്കില്ല, നേരത്തെ പറഞ്ഞോളൂ ആ വ്യൂസ് എനിക്ക് കിട്ടില്ല എന്ന് ചോദിച്ച ആളാണ് അല്ലേ? അതല്ല, ഈ റീലില്ലേ എൻ്റെ ഫോണിനകത്ത് റീല് ഇൻസ്റ്റയില്, അതേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ റീച്ച് കിട്ടിയിട്ട് അതിന്റെ ഇടയ്ക്ക് മറ്റേ വരുമാനത്തിന്റെ കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ ഉദ്ദേശിച്ച ആൾക്കാർ കാണത്തില്ലേ 2 റീല് ചെയ്താ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അല്ല അതിന്റെ അകത്തൂടെ വരുമാനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ശരിക്കും വരുമാന വിഷയമല്ല, വരുന്ന കാര്യം അത്രേ ഉള്ളൂ. ഇരട്ടത്താപ്പിന്റെ അയ്യരുകളാണ് അല്ലേ? കൂട്ടാൻ നോക്കിയാ മോനെ ഇരട്ടത്താപ്പിന്റെ പീക്കില് നിൽക്കുക അങ്ങോട്ട്. അത് വേണം ഇത് വേണം ഉത്തരത്തിലത് വേണം, കഷ്ടത്തിൽ പോവാനും പാടില്ല എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ കുറെ പേരുണ്ടല്ലോ. അതൊക്കെയല്ലേ മക്കളെ നിലനിൽപ്പ്. സമ്മതിച്ചു, സമ്മതിക്കണമല്ലോ അല്ലേ? ഓക്കെ. ഇപ്പം ശരിക്കും ഇങ്ങനെ കുറേ കോൺട്രവേഴ്സി സംഭവങ്ങളുണ്ട്, നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യുന്നില്ലെങ്കിലും പോലും. പക്ഷെ ഇത് ഇപ്പോഴല്ല, തുടങ്ങിയ മുമ്പേ. ഇപ്പം ഈവൻ സൂചേട്ടന് വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം ഷോയുടെ ഭാഗമായിട്ട് കേട്ട്. ശരിക്കും അത് അന്ന് ശരിക്കും ഷെയർ ചെയ്തായിരുന്നോ? ഇന്ന് രേണുസുതി അത് ഫേസ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ്. അന്ന് അതില്ല, അന്ന് സൂചേട്ടൻ പറഞ്ഞിട്ടുള്ള കേൾവി മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുമായിരുന്നോ എന്തുകൊണ്ട് ഇങ്ങനെ ആളുകൾ പറയുന്നു എന്നൊക്കെ സൂചേട്ടൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ഒരു പ്രശ്നം നടന്നത്, ഒരു സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ആ സമയത്താണ് സോഷ്യൽ മീഡിയ ഞങ്ങളെ അറിയുന്നത്, ഞാനേ അറിയുന്നത്. അപ്പൊ ചേട്ടൻ പറയാം എന്ത് വാവട്ടെ ഇതൊക്കെ എന്തുവാ? അപ്പൊ ഞാൻ പറയാം ചേട്ടാ ഇതൊക്കെ എന്തുവാ, വിട് ചേട്ടാ. ഞാൻ ഇല്ല ചേട്ടൻ. ആണോ വാവട്ട നീ ഉണ്ടല്ലേ? ഞാനുണ്ട്. ഞാൻ ധൈര്യം കൊടുക്കുമായിരുന്നു. ചോദിച്ചിട്ട് വാവട്ട ഉള്ളതുകൊണ്ട് ധൈര്യം തന്നുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നല്ലേ, ഞാൻ തളർന്നു പോയനെ വാവക്കുട്ടെ. എന്തിനാ ഞാൻ എപ്പോഴും പറയായിരുന്നു, എന്തിനാ സൂചേട്ടാ നമ്മൾ വിഷമിക്കുന്നത്? സൂചേട്ടൻ്റെ വൈഫിന്റെ വല്ല അവിഹിതം പുറത്തു വിട്ടോ അവരാരല്ലോ? ഇല്ലല്ലോ. ചേട്ടൻ കടത്തിന്റെ കാര്യമല്ലേ? അല്ല അത് മോഷ്ടിച്ചോ ചേട്ടാ? ഇല്ലല്ലോ. അല്ലെ നമ്മുടെ വല്ല നഗ്ന ചിത്രങ്ങൾ പുറത്തു പോയോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ചേട്ടൻ ടെൻഷൻ പോകാൻ പറയാട്ടാ? ഇങ്ങനെ പറയാ. ഞാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഈ 3 കാര്യങ്ങളായിരുന്നു ആളുടെ അടുത്ത് പറഞ്ഞു. അന്ന് ശരിക്കും സൂചേട്ടന് അത്രയും ധൈര്യം കൊടുത്ത ആളാ. ഇന്ന് രേണുസുതി ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അങ്ങനെ ധൈര്യം തരാൻ ഒരാൾ വേണം. ഇല്ല. ശരിക്കും അങ്ങനെ ഒരാൾ പാർട്ണർ വേണം, ഇനി ഒരു കല്യാണം കഴിക്കണം, അങ്ങനെയൊക്കെ ചിന്തയുണ്ടോ? എന്താ പറഞ്ഞേ? ഉണ്ടോ ഇനിയൊരു വിവാഹത്തെ കുറിച്ചിട്ട്? ഇപ്പം ചിന്തയില്ല, നാളെ ഇനി എന്താ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഫാമിലി സംസാരിക്കുന്നുണ്ടോ അതിനെ പറ്റിയിട്ട്? അവർക്കറിയാം സൂചേട്ടനെ പോലെ ആരും ആവത്തില്ലത്, വേറൊന്നുമല്ല. ഒരാൾക്ക് പകരം ഒരാളും ആവില്ല, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ശരിക്കും അങ്ങനെ പ്ലാൻ ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ കേൾക്കുന്നതെല്ലാം വെച്ചിട്ട് മിക്കവാറും ഞാൻ അഥവാ ഇനി ഒരു കല്യാണം കഴിച്ചാ എന്താകും സ്ഥിതി എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതെല്ലാം കേട്ടിട്ട് അവൻ പിറ്റേ ദിവസം ഇട്ടിട്ട് പോകും. നിന്റെ കൂടെ എനിക്ക് വയ്യ കേൾക്കാതെ ഇട്ടിട്ട് പോയാൽ ഞാൻ പിന്നെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ശരിക്കും അങ്ങനെ ഒരു പേടി നിൽക്കുന്നോണ്ടാണ് ശരിക്കും അങ്ങനെ തീരുമാനത്തിലോട്ട് നീങ്ങാത്ത? അങ്ങനെയല്ല, തീരുമാനിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. എനിക്കിപ്പം 34 വയസ്സ്. ഇപ്പൊ ഇത്രയും പ്രായമില്ലേടാ, ഇനിയിപ്പൊ ഇനി എന്നെ കല്യാണം കഴിക്കാനാ? ഞാൻ ഇത്ര നാള് വീഡിയോയിൽ എനിക്ക് അതിന് മാത്രം പ്രായമൊന്നുമില്ല. ഞാൻ ചെറുപ്പല്ലേ എന്ന് പറഞ്ഞ ആൾ അതൊരു പ്രായമാണോ? അതിന് പ്രായമല്ലേ പിന്നെ? ആണോ? എന്നെ സംബന്ധിച്ച പ്രായമാണ്. ഇനിയൊരു വിവാഹത്തിന് മറ്റേല് പറഞ്ഞ പോലെ ഇനിയൊരു അംഗത്തിന് പാലില്ല പിന്നെ അങ്ങനല്ല. ഇതുവരെ ഒരു തീരുമാനമില്ല. ഇപ്പൊ എന്താ ശരിക്കും അങ്ങനെ ഒരു ചിന്ത കൂടി അല്ലെങ്കിൽ ചോദ്യങ്ങൾ വരുന്നോണ്ടാണോ ഈ ഇടക്കാലത്ത് ഞാനൊരു പക്ഷെ ഇന്റർവ്യൂ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഈ പേര് മാറും, പേരിന്റെ ഒപ്പമുള്ള രേണുസുതി എന്നുള്ളത് രേണുസുതി എന്നുള്ള മാറും? പിന്നെ മോശമല്ലേ അത്? സൂചേട്ടന് മോശമല്ലേ ഞാൻ സൂചേട്ടന്റെ പേര് വെച്ചോളെ ശരിക്കും ഇങ്ങനെ ചിന്തയുള്ളതുകൊണ്ടാണോ അത്തരം പരാമർശങ്ങൾ വന്നിരുന്നത്, സ്റ്റേറ്റ്മെന്റ്സ് വന്നിരുന്നത്? അതുകൊണ്ടായിരുന്നു? മനസ്സിലായില്ല. ഐ മീൻ ആ ഒരു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പേര് മാറും എന്നുള്ളത് അങ്ങനെ ഒരു പ്ലാനോട് കൂടിയിട്ടാണോ പറഞ്ഞതെന്ന് ചോദിച്ചതാ. അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശം. അതായത് രേണുസുതി എന്നുള്ളത് ഇനി ഒരു പക്ഷെ വിവാഹം കഴിക്കുമ്പോ പേര് മാറിയേക്കാം എന്ന് പറയുന്നു. അതുകൊണ്ടാണോ വിവാഹം കഴിക്കാത്തന്നോ? അതല്ല, വിവാഹം കഴിക്കാൻ പ്ലാൻ ഉള്ളതുകൊണ്ടാണ് അത്തരം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അങ്ങനെയല്ല, ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാനെന്നും പ്ലാൻ ചെയ്ത് നിൽക്കുന്നല്ലേ, എല്ലാം എന്നോട് ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നതേ ഉള്ളൂ, ഒന്നും ഉത്തരം പറയാതിരിക്കുന്നുമില്ല. അതാണ് വിഷയം. ഉണ്ട്. ഈ ഫോട്ടോഷൂട്ടിലൊക്കെ അത്രയും ബോൾഡ് ഫോട്ടോഷൂട്ട് കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വീഡിയോകളിൽ വെച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അത്രത്തോളം ലിപ് ടോക്ക് സീൻ വരുന്നോ അല്ലെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമുള്ള സീനുകളൊക്കെ വന്ന രേണുസുതി അഭിനയിക്കും എന്നുള്ളത് ശരിക്കും അങ്ങനെ പ്രശ്നമുണ്ടോ, പരിമിതികളുണ്ടോ ഒരു അഭിനേതാവ് എന്ന നിലയിൽ? നിൽക്കുന്ന ആളുടെ ഇതനുസരിച്ചിരിക്കും. നമ്മളെ കൂടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഓക്കെ ആണെങ്കിൽ
സിനിമയുടെ കാര്യമാണ് ഡയറക്ടർ പറഞ്ഞ നമ്മൾ ക്യാരക്ടറിന് വേണ്ടി അതും ചെയ്യും. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇതും കൂടെ നോക്കണം. ഇതുവരെ വന്നിട്ട് ഓഫറുകൾ വന്നിട്ടുള്ള വേഷം നിരസിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരിമിതികൾ വെക്കുമോ? സിനിമയുടെ കാര്യത്തിലൊന്നും അങ്ങനെ പരിമിതികളൊന്നും, റീൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പരിമിതികൾ വെക്കാം. സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ഇതിപ്പോ തുടക്കകാലമാണ്, കുറെ അധികം സിനിമകൾ വരുമ്പോൾ പോകെ സെലക്റ്റീവ് ആവോ? വരട്ടെ, സെലക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു രീതി അനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല സെലക്റ്റീവ് ആവുന്നൊന്നും തോന്നുന്നില്ല. ഇപ്പം നമ്മളെ നിയന്ത്രിക്കാൻ വല്ലവരും ഉണ്ടെങ്കിൽ, മാനേജറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സെലക്റ്റീവ് ആവും. മാനേജർ ഇല്ലല്ലോ നമുക്ക് മാനേജറൊന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെയല്ലേ മാനേജിങ് ചെയ്യുന്നത്. അത് പിൽക്കാലത്ത് വരുമല്ലോ മാനേജർ സ്വാഭാവികമായിട്ട്. ചിലപ്പോൾ വരുമായിരിക്കും. കുറച്ച് സ്വാഭാവികമായിട്ട് വേഷങ്ങളിൽ മാറ്റം വന്നു, അപ്പിയറൻസിൽ മാറ്റം വന്നു, കുറച്ച് മോഡൽ മാറ്റം വന്നു. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പണ്ടും. മുമ്പാണെന്നുണ്ടെ അങ്ങനെ കുറച്ച് ട്രഡീഷണൽ ലുക്കിലായിരുന്നില്ല ആദ്യം ഉണ്ടായിരുന്നത്, കുറച്ച് സൽവാർ അല്ല. പക്ഷേ ഏത് വേഷങ്ങളാണെങ്കിൽ പോലും ഭയങ്കര വിശ്വാസി, ഭയഭക്തിയൊക്കെ, കുറികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഭയങ്കര വിശ്വാസി ഒരു ഫീൽ കിട്ടാറുണ്ട്. അങ്ങനെ എപ്പോഴും ഭയഭക്തി അങ്ങനെ തന്നെയാണ്, ഭക്തിയാണ്. അത് ഏത് പള്ളി ഭക്തിയാണ് ഞാൻ. പക്ഷെ എന്നാലും ചന്ദനമൊക്കെ തൊടും. ഗീവർഗീസ് പുണ്യാളന്റെ ഭക്തിയാണ്. എല്ലാ വെള്ളിയാഴ്ച അവിടെ ഉള്ളപ്പൊക്കെ പള്ളിയിൽ പോകും. പുതുപ്പള്ളി പള്ളിയിൽ എൻ്റെ പുണ്യാളനാണ് എന്നെ ഇത്രയോ എത്തിച്ചത്. അതുകൊണ്ട് എപ്പോഴും എൻ്റെ ഗീവർഗീസ് സഹത കുറി തൊടുന്നത് നമ്മൾ അമ്പലത്തിലെ ഒക്കെയാണ്. ഭഗവാൻ മഹാദേവൻ നമ്മുടെ എല്ലാമായ എൻ്റെ ജീസസ് കർത്താവ്. ശരിക്കും അത് തന്നെയാണോ നയിക്കുന്നത്? ഈ ഒരു വിശ്വാസം, ഭക്തി തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്? വിശ്വാസം അതുപോലെ സുധിച്ചേട്ടൻ്റെ ഒരു എനിക്കുണ്ട്, എൻ്റെ കൂടെ ഉണ്ട് ആള്. അതാണ് എല്ലാ പ്രതിസന്ധികളിലും എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തി. അതുണ്ട് എൻ്റെ കൂടെ. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞുകൊണ്ടായിരിക്കും ആളുടെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പം അറിയില്ല, ചടങ്ങുകളൊക്കെ കഴിയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ഇരുത്തുക എന്നൊക്കെ പറഞ്ഞ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇരുത്തിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതായത് ക്രിസ്ത്യൻ രീതിയിലല്ല, ഹിന്ദു രീതിയിൽ. അതെന്താണ് ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് ആത്മാവിനെ ഒരു സ്ഥലത്ത് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനെ നമുക്ക് അറിയില്ല, പ്രസൻസ് അറിയാൻ പറ്റൂല. പക്ഷെ അത് ഇരുത്തിയിട്ടില്ല ഇതുവരെയായിട്ട്. സൂചേട്ടനെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ഇരുത്തിയിട്ടില്ല. ശരിക്കും ആ പ്രസൻസ് ഫീൽ ചെയ്തിരുന്നത് മാനസികമായിട്ടും കൂടിയല്ലേ, അതല്ലാതെ ആളുടെ പ്രസൻസ് അല്ലാതെ ഉണ്ട് എന്നാണ് ഫീൽ ചെയ്യുന്നത്. ഞാനൊരു വൈഫല്ലേ ആളുടെ. ഒരു വൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഞാൻ ഒരു വൈഫ് എന്ന് പറഞ്ഞാൽ സാധാരണ ഭർത്താക്കന്മാർ മരിക്കുമ്പം ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, അതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ ഒരാളാണല്ലോ ഞാനും. കാരണം ഞാൻ ഇപ്പോഴും വേറൊരാളുടെ വൈഫല്ല, സുധിച്ചേട്ടൻ്റെ തന്നെ വൈഫാണ്. നമുക്ക് ഇടയ്ക്ക് സ്മെല്ല് വരാറുണ്ടായിരുന്നു, പെർഫ്യൂം പോലത്തെ ഒരു സാധനം. ഒരു 2 സെക്കൻഡ് പോലെ നിൽക്കത്തില്ല, അത് പടം വന്നു പോകും. നമുക്കറിയാം പെർഫ്യൂം അടിക്കാതെ തന്നെ ആ സ്മെല്ല് കിട്ടിയിരുന്നു. ആ സാധനമല്ല, അല്ലാതെ തന്നെ കിട്ടിയിരുന്നു ആ പ്രസൻസ് അല്ലേ. സുച്ചേട്ടൻ വരുന്നതിൻ്റെ ഒരു വിശ്വാസമാണ്, അങ്ങനെ വരാറുണ്ട്. പിന്നെ കുറേ നാളായിട്ട് ആ പുതിയ വീട്ടിൽ വന്നേ പിന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നു ആളെ. എന്തുകൊണ്ട് ഇപ്പോൾ ആളുടെ സാന്നിധ്യം ഇല്ല എന്ന് തോന്നാൻ കാരണം എന്താ? ചടങ്ങ് 2 വർഷം കഴിഞ്ഞില്ലേ, ചിലപ്പം ചടങ്ങുകളെല്ലാം ഞാൻ ഇങ്ങനെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനോടും ചേച്ചിയോടും പറഞ്ഞു, ഇപ്പം സുച്ചേട്ടൻ്റെ പ്രസൻസ് കിട്ടണമെന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്കങ്ങനെ തോന്നും അടുത്ത് നിൽക്കുന്ന. ശരിക്കും ഈ സോഷ്യൽ മീഡിയയിലെ സജീവമായതിനു ശേഷമാണ് അത് വന്നോളൂ? ഒരിക്കലും അല്ല, ഈ കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. ഈ 2ാം ഇത് ചരമവർഷം കഴിഞ്ഞ് കുറച്ച് നാളായതേ, കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. അല്ലെങ്കിൽ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ അടുത്ത് ഒരാൾ വന്നിരിക്കുന്ന പോലൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. നമ്മൾ കണ്ടു തുറന്ന് നോക്കുമ്പോൾ ആളില്ല, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. നമ്മുടെ മൈൻഡ് ചിന്തയായിരിക്കും. ശരിക്കും അതും വിവാദമായി. അതുകൊണ്ടന്നല്ല പറഞ്ഞത്. ഇപ്പം 2 വർഷം കഴിഞ്ഞില്ല, കുറേ നാളായിട്ട് എന്തോ ഒരു പ്രസൻസ് ഇല്ലാത്തൊരു മുടി. ഇനിയിപ്പോൾ അറിയില്ല, സുചര മാറി നിൽക്കുമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ വരും. ഇപ്പം അതിൽ തന്നെ പറഞ്ഞു കയറേണ്ടത് ചരമവാർഷികമാണത്. കല്യാണം എന്നുള്ള ഇങ്ങനെ സന്തോഷപൂർവ്വം വിളിക്കാനും ഡാൻസ് ചെയ്യാനും എന്നുള്ളതൊക്കെ അതൊക്കെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ചിന്ത നമ്മളപ്പം ചോദിക്കുന്ന അപ്പം അങ്ങനെ ആ ഒരു മൂടി പറഞ്ഞു പോയതാണ് കാര്യങ്ങൾ. ചില വർഷം ഞാൻ ചിരിച്ചോണ്ട് സംസാരിച്ചത് ഹെയർ സ്റ്റൈലിസ്റ്റിനോട് എന്തോ തമാശ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കും. ഷൂട്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇവർ ചോദിച്ചു പിറ്റേ ദിവസം വരണം, ഇവിടെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് അവിടെ കൊടുത്തത്. അത് പക്ഷേ വൻ വിവാദം. എനിക്ക് വേണം ഈ ഒരു മുഖം മാറ്റിയിട്ട് തന്ത്രപൂർവ്വമായിട്ട് കുബുദ്ധിയുള്ളൊരു ആളാണ്. എനിക്ക് കുബുദ്ധിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം പോകുന്ന അപ്പം അങ്ങോട്ട് പോകും. അതാണ് എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. ഈ ചിന്തിക്കാതെ പെട്ടെന്ന് ഉത്തരം പറയാൻ, അല്ലെങ്കിൽ ചിന്തിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ? അപ്പോൾ ഉണ്ട് അങ്ങനെ ചെയ്തതിൽ അങ്ങനെ ചെയ്തതിൽ ഏറ്റവും അബദ്ധമായി തോന്നിയ കാര്യം? മിക്കതും അബദ്ധങ്ങളാണല്ലോ. ഇത് ഏറ്റവും വലിയ അബദ്ധമാണ്. ആ ചിരിച്ച് ഞാൻ സംസാരിച്ചില്ലേ, ആണോടാ എന്ന് പറഞ്ഞപ്പോൾ നാളെ വരണേ, ഇതാണ് സംഭവിച്ചത്. അന്ന് 4 ദിവസം ഒന്ന് കളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് തോന്നിയോ നീ എന്ത് പരിപാടി കാണിച്ചാന്ന് കളിക്കാൻ വല്ല പറഞ്ഞിരുന്നോ? എൻ്റെ പൊന്നെ, അതെനിക്കങ്ങനെ, അത് ചടങ്ങുകൾ രാവിലെ തന്നെ കഴിഞ്ഞ കാര്യമാണ്. അത് കഴിഞ്ഞ് എൻ്റെ സഹപ്രവർത്തകർ, അത് ഓരോ സമയത്തല്ലേ ഇവരൊക്കെ വരുന്നത്. പോകുമ്പോഴാണ് പ്രതീഷിൻ്റെ കുഞ്ഞിന് വേണ്ടി ഡാൻസ് കളിക്കുമെന്ന് അവിടെ മീഡിയ ആണോ ആരാണെന്നുള്ളത് ചോദിച്ചത്.
ഞാൻ വേണമെങ്കിൽ ഞാൻ അവന്റെ കൂടെ ചെന്ന് ഡാൻസ് കളിച്ചാൽ തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു. ചടങ്ങൊന്നുമല്ല, ചടങ്ങെല്ലാം കഴിഞ്ഞായിരുന്നു. ഓരോ ഇതിനും ഓരോ ചടങ്ങുകളാണല്ലോ. പള്ളിക്ക് തന്നെ ഒരുപാട് വിഭാഗമുണ്ട്. അതിനകത്ത് ആംഗ്ലിക്കൻ ചർച്ചിലാണ് ഏട്ടനെ അടക്കിയത്. അപ്പൊ ആ ഒരു ചടങ്ങ് അവിടെ കൊണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അന്ന് തന്നെ എൻ്റെ ഒരു ആൽബം റിലീസായി. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു മീഡിയയോട്. അതുപോലെ പ്രതീഷിന്റെ വൈഫും ഫാമിലി എല്ലാം വന്നിരുന്നു. അതുപോലെ സഹപ്രവർത്തകർ ഒരുപാട് നിമിഷം വന്നിരുന്നു. അലിൻ ജോസഫ് വന്നിരുന്നു. അവരോടൊക്കെ എൻ്റെ കുടുംബക്കാർ വന്നിരുന്നു. അവരോടൊക്കെ എനിക്ക് ഒരേ ആറ്റിറ്റ്യൂഡ് നിൽക്കാൻ പറ്റും. ആ ചടങ്ങ് കഴിഞ്ഞു. അതുകൊണ്ട് സൂചിച്ചാണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് കഴിഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിപ്പോ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ ബോധിപ്പിക്കാനാണ് ഇതൊക്കെ? എൻ്റെ മൈൻഡ് ബോധിപ്പിക്കണം, മറ്റുള്ളവരെ കാണിക്കണം, കരഞ്ഞു കാണിക്കണം, മീഡിയയ്ക്ക് മുന്നേ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കണം. ഇതൊന്നും എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ കുരുട്ട് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊന്നും ഞാൻ എൻ്റെ ഇതങ്ങ് നടക്കുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടാണ് ഇതൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം വരണേ, അങ്ങനെ തോന്നുന്നുണ്ടോ? ആയിരിക്കാം, അല്ലാതെ എങ്ങനെ ബോധിപ്പിക്കാനാ? വിട്ടിട്ട് പോകാൻ തോന്നുന്നുണ്ടല്ലോ. എവിടെ വിട്ടിട്ട്? സോഷ്യൽ മീഡിയ. എന്നെ സംബന്ധിച്ച് ഒരുപാട് പേര് പറഞ്ഞിട്ട് ചേച്ചിയുടെ സ്ഥാനത്ത് ഞങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും കേട്ടിട്ട് ഒന്നെങ്കിൽ ഞങ്ങൾ ഉത്തരത്തിൽ കെട്ടി തൂങ്ങും, അല്ലെങ്കിൽ ഈ സാധനം എല്ലാം എടുത്തിട്ട് വല്ല വീട്ടിൽ പോയിരിക്കും. ചേച്ചി എങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു? എങ്ങനെ നിൽക്കുന്നു അതാണ് ചോദിക്കുന്നത്. എങ്ങനെ പിടിച്ചിരിക്കുന്നു? എങ്ങനെ നിൽക്കുന്നു? ഇപ്പയും മുമ്പിൽ ഇരിക്കുന്നില്ലേ? എന്തൊക്കെ ചോദിച്ചു? നോക്കി കാണുന്നു, ഞാൻ ഇങ്ങനെ നോക്കി കാണുന്നു. ഇങ്ങനെ തന്നെ നിൽക്കുന്നു. ഉണ്ട്. മറ്റേ പറഞ്ഞ പോലെ ഞാൻ തോറ്റിട്ട് നാളെ ഇതിന്റെ പ്രകാരം എന്താകുമെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. കാരണം നമ്മളൊന്നും കാണുന്നില്ല. നേരെ വന്ന് എന്റെ പെടലേക്ക് പിടിച്ച ഞാൻ കാണും. അല്ലെങ്കിൽ എടി നീ എന്നോട് കാണിച്ചത് പറഞ്ഞെന്ന് ഓക്കെ. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കുത്തുന്നവരോട് ഞാൻ പറയാ, നിങ്ങൾ എന്തൊക്കെ കുത്തിയാലും എനിക്കൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ നിങ്ങളല്ലെങ്കിൽ എന്റെ കൈ രണ്ട് കെട്ടിയിട്ടിട്ട് എന്നെ കാണിക്കണം, നീ കാണടി നിന്നെ കുറ്റം പറയുന്നത്. ഇതൊന്നും എനിക്ക് അതുകൊണ്ടാണോ എനിക്കറിയില്ല. ശരിക്കും ഈ വിമർശിക്കുന്നവര് ഞാൻ അറിയുന്നില്ല ചമ്മി പോവാ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങൾ ചമ്മുവാ. അതാണ് എനിക്ക് കേൾക്കുന്നു. ഞാൻ എന്നെ വന്ന് തല്ലിക്കോ നിങ്ങൾ നന്നായിട്ട് കേൾക്കും, ഞുള്ളിപ്പറച്ചോ എനിക്ക് കേൾക്കും. ഇതൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു മനസ്സ് എനിക്ക് എവിടെയാന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു ഫീൽ ചെയ്യുന്ന മനസ്സ്. ശരിക്കും ഇത്രയും വേഷങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അമ്മ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എടുത്തോ? അമ്മയിൽ ഇല്ല. അങ്ങനെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ആഗ്രഹം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഏകദേശം 3-4 സിനിമകൾ ചെയ്തെന്നല്ലോ. ഏകദേശം എനിക്ക് തോന്നുന്നു ഇത്ര സിനിമകൾ എന്നുള്ള ഒരു മാനദണ്ഡം ഉണ്ടെന്ന് തോന്നുന്നു, ക്രൈറ്റീരിയ ഉണ്ടെന്ന് തോന്നുന്നു. ശരിക്കും അങ്ങനെ മെമ്പർഷിപ്പ് ആഗ്രഹമുണ്ട്, പക്ഷെ അത് സാധിക്കട്ടെ. അങ്ങനെ സുധിച്ചേട്ടൻ മാസംഘടനയിലുണ്ടായിരുന്നു. അമ്മ സംഘടനയിൽ കയറാനിരിക്കുമായിരുന്നു ഏട്ടൻ. കയറണമെന്നൊക്കെ ഉള്ള ആഗ്രഹം എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല. എന്നോട് ഇങ്ങനെയൊക്കെ പറയായിരുന്നു, കേട്ടോ എനിക്ക് അമ്മ സംഘടനയിൽ കയറണം. അങ്ങനെയാണെങ്കിൽ പെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അങ്ങനെ അതല്ലെന്ന് ചേട്ടൻ പറഞ്ഞുള്ള അറിവ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പ്രായമായാലും പെൻഷൻ കിട്ടുന്നൊക്കെ ആള് പറഞ്ഞുള്ള അറിവ്. പെൻഷൻ പ്രതീക്ഷിച്ചിട്ടൊന്നല്ല, അമ്മ സംഘടനയെ പറ്റി ചേട്ടൻ പറഞ്ഞുള്ള അറിവാണ് ഇതൊക്കെ. ആളെപ്പോഴും സേഫ് ആണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ സേഫ് ആകണം. അതിനായിരിക്കും അതൊക്കെ പറഞ്ഞത്. പെൻഷനൊക്കെ കൊണ്ടുപോകും. പക്ഷേ സൂചിയേണ്ട പോലെ രേണു കുറേ കൂടി റിസ്ക് എടുക്കുന്ന കൂട്ടത്തിലാണ് അല്ലേ? അങ്ങനെ സേഫ് സോൺ പരിപാടികളൊന്നും എടുക്കും. അങ്ങനെ എടുത്ത ലൈഫ് ഏറ്റവും വലിയ റിസ്ക് എന്താ? ഇതൊക്കെ തന്നെയല്ലേ റിസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുളത്തിലോട്ട് ചാടി തന്നെ റിസ്ക് അല്ലേ? ശരിക്കും സൂചിയേട്ടൻ ആഗ്രഹിച്ച് നടക്കാതായ ഒരു അമ്മ സംഘടനയുടെ ഭാഗമാണോ, അതേപോലെ അറിയപ്പെടുന്ന ഒരു നടിയാവണം, അതാണ് ഇപ്പൊ ആഗ്രഹം? അങ്ങനൊന്നും ഇല്ലെന്നേ, ഞാൻ പറഞ്ഞില്ലേ. നടിയാവുകയാണെ ആവട്ടെ, ആയില്ല. ഇത്തരം ഇപ്പം നമ്മൾ കുറേ ഇപ്പോൾ നടിമാരെ കുറിച്ചിട്ടാണെങ്കിലും അല്ലേ, കുറേ ആക്ട്രസിനെ കുറിച്ച് ചെയ്ത വേഷങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ തോന്നാറുണ്ടോ? ഈ വേഷം ഞാൻ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരു ആഗ്രഹിച്ചുള്ള ഒരു നടിയും വേഷം ഏതാ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. യക്ഷി വേഷം ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്നറിയത്തില്ല, യക്ഷിയാകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ യക്ഷിയാകാൻ ആണ്. എന്തുകൊണ്ട് ശരിക്കും അത് കുറച്ച് പേടിപ്പിക്കുക, ഹൊറർ ആയതുകൊണ്ടാണോ അതോ വേഷം വൈറ്റ് ഇട്ടിട്ട് വൈറ്റോ? ശരിക്കും ഇപ്പൊ എപ്പോഴും നമ്മൾ കാണുന്നല്ലേ ഒരു വൈറ്റ് ഇട്ടിട്ട് കാണുന്ന ഒരു ക്ലീശ പരിപാടിയാണ് അല്ലെ എപ്പോഴും കാണുന്ന യക്ഷി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പുതുമഴയായി വന്ന് അത് നിങ്ങൾ പൊളിച്ചെഴുതണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ രേണുസുതി ഞാൻ അവതരിപ്പിക്കുന്ന ഒരു യുണീക്ക് യക്ഷിയാണ് എന്ന് പറയുകയാണെങ്കിൽ അത് എത്തരത്തിലുള്ള യക്ഷിയായിരിക്കും? വേഷം എന്തായിരിക്കും? ജീൻസ് കിട്ടോണ്ട് യക്ഷിയാകാൻ പറ്റത്തില്ലല്ലോ. അല്ല, അഭിനയിപ്പിച്ച് വലിപ്പിക്കാന്നുണ്ടെങ്കിൽ ഏത് വേഷത്തിലും പറ്റും. എന്നാലും ഒരു ഡിഫറെന്റ് യക്ഷിയാവണമെന്ന് പറയണമെങ്കിൽ രേണുസുതിയോട് തന്നെ ചോദിക്കേണ്ട ഡയറക്ടർ ഇഷ്ടമുള്ള വേഷം എടുക്കാന്ന് പറഞ്ഞാൽ യക്ഷി ഏത് വേഷം തിരഞ്ഞെടുക്കും? അതായത് മലയാള സിനിമയിൽ എന്നോട് ഡയറക്ടർ ചോദിക്കുവാണ് യക്ഷിയുടെ വേഷം നീ വെള്ള വേണ്ട, വെള്ള പാടില്ല, വെള്ള ഇവിടെ മലയാള സിനിമ കണ്ടുമെടുത്തു, ഇഷ്ടമുള്ള വേഷം രേണുസുതി യക്ഷിയാവാം, ഏത് യക്ഷിയാവും വേഷം എടുക്കും? വെറൈറ്റി യക്ഷി
അതൊക്കെ വന്നിട്ടുള്ളതാണ്. ബ്ലാക്ക് ഒക്കെ ഇട്ട് കുറെ ബ്ലാക്ക് ഒക്കെ ഉണ്ട്. എന്നാലും കളർ മാത്രം ഞാൻ പറഞ്ഞു. ഡ്രസ്സിന്റെ പാറ്റേൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? രേണുസുതി അവതരിപ്പിക്കുന്ന യക്ഷി ഇതാണ്. യക്ഷി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ബെഞ്ച് മാർക്കാണ്. രേണുസുതിക്ക് ശേഷവും മുമ്പും. അങ്ങനെയാണെങ്കിൽ ഏത് യക്ഷിയായിരിക്കും? നമുക്കിപ്പോൾ ട്രാക്കുളയുടെ വേഷമൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ, അതിനുള്ള ആളില്ലല്ലോ. അപ്പം വെറൈറ്റി സംവിധായകൻ തന്നെ തീരുമാനിക്കട്ടെ. ഈശ വേണ്ടത് പറയാം, ആള് തന്നെ തീരുമാനിക്കട്ടെ. എന്താണെന്നുണ്ടെങ്കിലും എന്താണ് ഞാൻ ഓക്കെയാണ്. ആണ് യക്ഷി ആകണം. യക്ഷിയാണ് ഇപ്പം മനസ്സിൽ നിൽക്കുന്നത്. ഏതെങ്കിലും ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ടോ ഈ യക്ഷി വേഷം ഉണ്ടെങ്കിൽ പറയാനൊക്കെ പറഞ്ഞിട്ട്? ഞാൻ അങ്ങനെ ആരോട് ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ നല്ല കൂട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. മലയാള സിനിമയിൽ നല്ല കൂട്ടുള്ള ഡയറക്ടർ. ഇപ്പോഴും രേണു എന്നുണ്ട് വിശേഷം സുഖമാണെന്ന് പറഞ്ഞ് എപ്പോഴും വിളിയും പറിച്ചിട്ടൊന്നുമല്ല, എന്തുകൊണ്ട് വിശേഷം ആ വർക്ക് കണ്ടായിരുന്നു കേട്ടോ, ഞാൻ എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കും, ആ കണ്ടായിരുന്നു, സമയമില്ല ഷൂട്ടിലാണെന്നൊക്കെ സംസാരിക്കും. ഇന്ന് വരെ ഞാൻ എന്നെ ഒരു വേഷം ചെയ്യിപ്പിക്കുന്നു ഞാൻ ചോദിച്ചിട്ടില്ല. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കുറേ കോൺടാക്ട് ആയിട്ടുണ്ടാവല്ലോ. ഉണ്ട് അങ്ങനെ സെലിബ്സിൽ ഉള്ള ഒരു മെയിൻ കോൺടാക്ട് ഒക്കെ ആരാ സംസാരിക്കാറുള്ള ഒരു കോൺടാക്ട് ആരാ? സെലിബ് എങ്ങനെ ആക്ടേഴ്സിൽ ആരാ ഏറ്റവും കൂടുതൽ ആക്ടേഴ്സിൽ? അങ്ങനെയൊന്നുമില്ല, എന്നാലും ഉണ്ട്. അതിന് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ആരാ ഇൻഡസ്ട്രിയിൽ? അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ എപ്പോഴും കോൾ ചെയ്തുള്ള അല്ലെ മെസ്സേജുള്ള കാണുമ്പോൾ ഉള്ള ആ സൗഹൃദം, എന്തെങ്കിലും ആവശ്യത്തിന് എന്തെങ്കിലും ചോദിക്കും, സംസാരിക്കും. അതല്ലാതെ അങ്ങനെ ഒരു ബന്ധം ഞാൻ ആരുമായിട്ടും പുലർത്തുന്ന ഒരാളല്ല. കോൺടാക്റ്റുകൾ ശരിക്കും പരിമിതമാണോ? പരിമിതമാണ്. ഒരിക്കലുമല്ല, ജാടയല്ല. എനിക്ക് ഞാൻ അങ്ങനെ ഒരു മൈൻഡ് ചില സമയം സൂചനയുള്ള സമയത്തൊക്കെ ഞാൻ വാട്സപ്പൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെ ഒരു മൈൻഡാണ് ഞാൻ. എനിക്ക് ശരിക്കും ഇത് നല്ലൊരു ടിപ്പ് പരിപാടിയാണല്ലേ. കാരണം നമുക്ക് എന്തെങ്കിലും സംഭവം കിട്ടിക്കഴിഞ്ഞാലും നമ്മളതിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുക, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഏൽക്കില്ല, നമ്മുടെ തൊലിയിൽ ഏൽക്കില്ല. അതാന്ന് തോന്നുന്നു എനിക്കിപ്പം ഇങ്ങനെ പോകുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പം വല്ല പ്രശ്നമായാലോ എൻ്റെ മനസ്സ്. അതുകൊണ്ടാവാം. ഞാനിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇത്രയും പുകില് നടക്കുന്നു. പുകിലെന്ന് പറഞ്ഞാൽ ഫിറോസക്കയുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മാറ്റം മഴയുടെ കാര്യം ഇത് പറയുമ്പോഴാണ് ഇതൊക്കെ അറിയാം. നീ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ, ഇതൊക്കെ സംഭവിച്ചോ, അമ്പടാ ഞാൻ കാണുന്നില്ല. ഒറ്റ ചോദ്യത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും നിന്ന് വിവാദങ്ങളും വിഷയങ്ങളായതുകൊണ്ട് ഇനിയൊരു വിഷയം വരുമ്പോൾ രേണുസുതി രണ്ടാമത് ചിന്തിച്ചിട്ട് മാത്രമായിരിക്കും മറുപടി പറയുക? യെസ് ആണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. രണ്ടാമത് ചിന്തിക്കണം രേണുസുതി എന്ന് മനസ്സ് പറയുന്നു. ഒന്നും നോക്കാതെ പറയുന്ന ആള് അവസാനം തീരുമാനത്തിലെത്തി അല്ലേ? തീരുമാനം ഒന്ന് ആലോചിച്ചിട്ട് പറയണം. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ശരികളാണ് എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം, എപ്പോഴത്തെ വിശ്വാസം. ആ വിശ്വാസം തുടരട്ടെ. ഇനിയും കുറേ പ്രൊജക്റ്റുകൾ വരട്ടെ, നമുക്ക് ഇനിയും കാണാം. വിവാദങ്ങൾ വരട്ടെ, കാണാം. വിവാദങ്ങൾ സംഭവിച്ചില്ലെങ്കിലും ഇനിയും കാണാം. ഓക്കെ, കാണാം. തെളിവുകളുമായിട്ട് കാണാം. ഓ ശരി. താങ്ക് യു സോ മച്ച്.